മക്കളെ, മൊബൈൽ ഫോട്ടോ എടുക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. അപ്പോൾ മൊബൈൽ ഫോട്ടോ എടുക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. നിങ്ങൾ ഒരുപാട് മനോഹരമായ ഫോട്ടോസ് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മയുടെ അച്ഛൻ്റെയും മൊബൈൽ ഫോണിൽ എടുത്തു വെച്ചിട്ടുണ്ടാവും. ആ ഫോട്ടോസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ സ്കൂളിൽ കൊണ്ടുപോയി പ്രദർശിപ്പിക്കുകയാണ്. എന്ത് രസമായിരിക്കും, മനോഹരമായ ഒരുപാട് ഫോട്ടോസ് നമുക്ക് കാണാം അല്ലേ. അങ്ങനെയാണെങ്കിൽ ആ പ്രദർശനത്തിലേക്ക് എങ്ങനെയൊക്കെ ആയിരിക്കും നിങ്ങൾ കൂട്ടുകാരെ ക്ഷണിക്കുക? നമുക്ക് പോസ്റ്റർ എഴുതി ഉണ്ടാക്കാം, നോട്ടീസുകൾ ഉപയോഗിക്കാം. അപ്പോൾ മാഷ് ചുമ്മാ പറഞ്ഞതല്ല, നമ്മുടെ സ്കൂളിൽ നിങ്ങൾ സംഘടിപ്പിക്കുന്ന ഒരു മൊബൈൽ ഫോട്ടോഗ്രാഫി ശേഖരം നടക്കുകയാണ്, പ്രദർശനം നടക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയൊക്കെ ആയിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരെ ആ പരിപാടിയിലേക്ക് ക്ഷണിക്കുന്നത്? പോസ്റ്ററായിട്ട്, നോട്ടീസായിട്ടും ഒക്കെ ആയിരിക്കും അല്ലേ. അങ്ങനെയുള്ള ഒരു ചോദ്യത്തിലൂടെ നമ്മൾ 3 പ്രവർത്തനങ്ങൾ, പോസ്റ്റർ, നോട്ടീസ്, പത്രവാർത്ത എന്ത് ചെയ്യണം, ഒന്ന് 5 മിനിറ്റിനുള്ളിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ ചോദ്യം ഇതാണ്: നിങ്ങളുടെ സ്കൂളിൽ നിങ്ങൾ മൊബൈലിൽ പകർത്തിയ ചിത്രങ്ങൾ ഉപയോഗിച്ച് ഒരു മൊബൈൽ ഫോട്ടോഗ്രാഫി ചിത്ര പ്രദർശനം സംഘടിപ്പിക്കുന്നു. പ്രദർശനത്തിലേക്ക് എല്ലാവരെയും ക്ഷണിക്കാൻ പോസ്റ്റർ തയ്യാറാക്കുക എന്നാണ് ചോദ്യം. മക്കളെ, പോസ്റ്റർ തയ്യാറാക്കുന്ന ചോദ്യങ്ങൾ പരീക്ഷകൾക്ക് നമ്മൾ എപ്പോഴും പ്രതീക്ഷിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ചോദ്യത്തിന് നമ്മൾ എങ്ങനെയാണ് ഉത്തരത്തിലേക്ക് എത്തുക? ഒരു പോസ്റ്റർ എന്ന് പറയുമ്പോൾ ആ പോസ്റ്റർ ഒറ്റ നോട്ടത്തിൽ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മുടെ അട്രാക്ഷൻ, നമ്മുടെ ആകർഷണം ആ പോസ്റ്ററിനകത്ത് ഉണ്ടായിരിക്കണം. അപ്പോൾ ഏറ്റവും ആകർഷണമായിട്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ പോസ്റ്റർ തയ്യാറാക്കേണ്ടത്. മാഷ് തയ്യാറാക്കിയിട്ടുള്ള ഒരു പോസ്റ്റർ ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ കണ്ടോ, AUP സ്കൂൾ കോഴിക്കോട് AUP സ്കൂളിലാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു പ്രദർശനം നടക്കുന്നത്. ഇനി ആ പ്രദർശനത്തിന് മാഷ് ഒരു പേര് കൊടുത്തു. ആ പേരാണ് ഫോക്കസ് 2025. ഫോക്കസ് 2025 മൊബൈൽ ഫോട്ടോഗ്രാഫിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമല്ലേ, ഒരു വേർഡല്ലേ. നമ്മൾ പറയാറില്ലേ, എടാ ഫോക്കസ് കിട്ടിയില്ലടാ, ഫോക്കസ് കിട്ടിയില്ല എന്നൊക്കെ പറയാറില്ലേ. അതുപോലെ ഫോക്കസ് എന്ത് ചെയ്യാണ്, ചുമ്മാ ഒരു പേര് കൊടുക്കുകയാണ്. അപ്പോൾ ഫോക്കസ് 2025 എന്ന് പറയുന്ന പരിപാടിയാണ് എന്ത് ചെയ്യുന്നത്, നടക്കുന്നത്. ആ പരിപാടി എന്താ, മൊബൈൽ ഫോട്ടോയുടെ പ്രദർശനമാണ്. അപ്പൊ എന്താണ് ആ പരിപാടിയുടെ പേര്? ഏറ്റവും വലുതാക്കി കൊടുത്തു. ഈ പോസ്റ്റർ കാണുമ്പോൾ നിങ്ങൾ ഏറ്റവും വലുതാക്കി കാണുന്ന എന്താ, ഇതില് വ്യത്യസ്തമായിട്ട് എഴുതിയ നിറത്തിലുള്ള അല്ലെ, ബാക്കിയൊക്കെ വെള്ളയാണ്, ഇത് മാത്രം എന്താണ് മഞ്ഞ നിറത്തിലാണ് കൊടുത്തത്. അതേപോലെ ഏറ്റവും വലുതാക്കി എഴുതിയത് ഈ പരിപാടിയുടെ പേരാണ്. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടന്റ് എന്താണോ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്ക് അറിയിക്കാനുള്ള കാര്യം എന്താണോ, അത് ഏറ്റവും വലുതാക്കി കൊടുക്കുക. ഇനി അതിന്റെ തൊട്ട് താഴെ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, മൊബൈൽ ഫോട്ടോ പ്രദർശനം എന്ത് ചെയ്യുന്നു, നൽകുന്നു. ഇനി ആരാണ് സംഘടിപ്പിക്കുന്നത്, ഏറ്റവും മേലെ നമ്മൾ കൊടുത്തു AUP സ്കൂൾ കോഴിക്കോട് AUP സ്കൂൾ എന്ത് ചെയ്യുന്നത്, ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്, അത് ഏറ്റവും മുകളിൽ കൊടുക്കുന്നു. ഏത് ദിവസം, ഏത് സമയം, എവിടെ വെച്ച്, ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുന്നോ ഒന്നിച്ച് ഒരു ബോക്സിനുള്ളിലേക്ക് കൊടുക്കുന്നു. അടുത്തതായി മക്കളെ, നമ്മുടെ പരീക്ഷാ പേപ്പറുകളിൽ നമുക്ക് തന്നാൽ മാത്രം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ, സമയമുണ്ടെങ്കിൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാം, ആരാണ് പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്, അല്ലെങ്കിൽ മുഖ്യാതിഥി ആരാണ് എന്നുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാം, ഉൾപ്പെടുത്താം. അല്ലെങ്കിൽ ആ ലാസ്റ്റ് കാര്യം നമ്മൾ എന്ത് ചെയ്യണമെന്നില്ല, ഉൾപ്പെടുത്തണമെന്നില്ല. പക്ഷേ ഇത്രയും കാര്യം നിർബന്ധമാണ്. പരിപാടിയുടെ പേര് എന്താണ്, ആ പരിപാടി ആരാണ് സംഘടിപ്പിക്കുന്നത്, എവിടെ, എപ്പോൾ നടക്കുന്നു എന്നുള്ള കാര്യം എന്ത് ചെയ്യണം, നമ്മൾ സൂചിപ്പിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, പോസ്റ്റർ നമ്മൾ എന്ത് ചെയ്യണം, പെട്ടെന്ന് പോസ്റ്ററിലേക്ക് എന്ത് ചെയ്യണം, പെട്ടെന്ന് നമ്മുടെ ചിന്ത പോകണം അല്ലേ, നമ്മുടെ ശ്രദ്ധ പോസ്റ്ററിലേക്ക് പോകണം. അതിനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ചിത്രങ്ങൾ ഉപയോഗിക്കുന്നത്. അപ്പൊ മൊബൈൽ ഫോട്ടോഗ്രാഫി ആയതുകൊണ്ട് മൊബൈൽ ഫോട്ടോഗ്രാഫിയുമായി ബന്ധപ്പെട്ട ഒരു ചിത്രം എന്ത് ചെയ്യുന്നുള്ളൂ, ഞാൻ ഇവിടെ കൊടുക്കുന്നു. അപ്പൊ ഒരു ചിത്രം നമുക്ക് കാണാലോ. അപ്പൊ ആ ചിത്രം നമുക്ക് കാണുമ്പോൾ എന്താണ് ആ പരിപാടി എന്നുള്ള ഒരു ശ്രദ്ധ നമുക്ക് എന്ത് ചെയ്യുന്നു, കിട്ടുന്നു. അപ്പോ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എഴുതുന്നു, പിന്നെയോ എവിടെ വെച്ച്, എപ്പോൾ, സമയം അല്ലെ, എങ്ങനെ, അതൊക്കെ എന്ത് ചെയ്യുന്നു, സൂചിപ്പിക്കുന്നു. ചിത്രം നമ്മൾ വരക്കുന്നു. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം പോസ്റ്ററിന്റെ ലേ ഔട്ട് ആണ്. ഇവിടെ നിങ്ങൾ കണ്ടോ, പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടി ഏറ്റവും വലുതായിട്ട് എന്ത് ചെയ്യുന്നു, മാഷ് എഴുതുന്നു. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, ചെറുതാക്കി എഴുതുകയാണ്. അങ്ങനെ അക്ഷരങ്ങളുടെ വലുപ്പത്തിൽ എന്ത് ചെയ്യണം, നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെയോ ഏറ്റവും അവസാനം ഒക്കെ എന്ത് ചെയ്യുന്നു, ഒക്കെ ഒരു കള്ളിയുടെ ഉള്ളിൽ, ഒരു ബോക്സിന്റെ ഉള്ളിൽ, ഒരു ചതുരത്തിനുള്ളിലേക്ക് ആക്കുന്നു. ആ സമയത്ത് ഒരു പോസ്റ്റർ എന്ത് ചെയ്യുന്നു, കൃത്യമായ ലേഔട്ട് എന്ത് ചെയ്യുന്നു, ഇവിടെ പാലിക്കപ്പെടുന്നു. അപ്പൊ ഒരു പോസ്റ്റർ തയ്യാറാക്കാൻ ഏത് രീതിയിൽ ചോദ്യം ചോദിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എഴുതാൻ വേണ്ടി പറ്റുമല്ലോ. അങ്ങനെയാണെങ്കിൽ ഇതേ ചോദ്യം വെച്ച് നമ്മൾ എന്ത് ചെയ്യാടാ, ചോദ്യം വെച്ച് നമ്മൾ എന്താണ് നോട്ടീസ് എന്ന് നോക്കുകയാണ്. അപ്പൊ മക്കളെ, അടുത്തതായിട്ട് ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്ന ഒരു നോട്ടീസ് ആണ്. ഇതാണ് ഇതേ പരിപാടിക്ക്, അതായത് നമ്മുടെ സ്കൂളിലെ കുട്ടികൾ മൊബൈലിലെടുത്ത ഫോട്ടോസിന്റെ പ്രദർശനം സംഘടിപ്പിക്കുന്നു. ആ പ്രദർശനത്തിലേക്ക് എല്ലാ ആളുകളെയും ക്ഷണിച്ചുകൊണ്ടുള്ള ഒരു നോട്ടീസാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഇതേ കാര്യം തന്നെ, നമ്മൾ പോസ്റ്റർ ഉപയോഗിച്ച അതേ കാര്യം തന്നെ
തന്നെ നോട്ടീസായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ നോട്ടീസായിട്ട് നമ്മൾ എഴുതുന്ന സമയത്ത് ഏറ്റവും മേലെ ആരാണ് സംഘടിപ്പിക്കുന്നത്? AUP സ്കൂൾ കോഴിക്കോട് നമ്മൾ പറയുന്നു. അതിന്റെ താഴെ എന്താണ് ആ പരിപാടിയുടെ പേര്? ഫോക്കസ് 2025 പരിപാടിയുടെ പേര് എഴുതി. ഇനി നമ്മൾ എഴുതേണ്ട ഭാഗം എന്ന് പറയുന്നത് ക്ഷണപത്രമാണ്. ക്ഷണിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു? ആളുകളുടെ പരിപാടി അറിയിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇതെന്താടാ? ഇത് അഭിസംബോധനയാണ്. പ്രിയപ്പെട്ടവരെ, മാന്യരെ, ബഹുമാന്യരെ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം? അഭിസംബോധന ആരംഭിക്കാം. അപ്പൊ നമ്മുടെ കൂട്ടുകാരെയും ടീച്ചേഴ്സിനല്ലേ, അവർ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാരല്ലേ, പ്രിയപ്പെട്ടവരല്ലേ. അപ്പൊ നമുക്ക് എങ്ങനെ തുടങ്ങാം? പ്രിയപ്പെട്ടവരെ, കോഴിക്കോട് AUP സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ഒക്ടോബർ 5 ശനിയാഴ്ച രാവിലെ 10 മണിക്ക് സാംസ്കാരിക ഹാളിൽ ചിത്ര പ്രദർശനം നടക്കുന്നു. ക്ലാസ് മുറിക്ക് പുറത്തേക്ക് നടത്തിയ യാത്രയിൽ കുട്ടികൾ കണ്ട ചിത്രങ്ങൾ വരച്ചും ക്യാമറയിൽ പകർത്തിയും പ്രദർശനം ഒരുക്കിയിരിക്കുകയാണ്. ചിത്ര പ്രദർശനം പ്രശസ്ത മാധ്യമ പ്രവർത്തകൻ MV നികേഷ് കുമാർ ഉദ്ഘാടനം ചെയ്യുന്നു. പരിപാടിയിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഇനി കൺവീനർ എന്ന് കൊടുത്തിട്ടുണ്ട്. എന്താ കൺവീനർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആരാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്? അതിനൊരാളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടാവുമല്ലോ, അപ്പൊ അത് കൺവീനർ. ഇനി സ്കൂൾ നടത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹെഡ് മാസ്റ്റർ എന്ന് കൊടുക്കാം, സ്കൂൾ ലീഡർ എന്ന് കൊടുക്കാം. പഞ്ചായത്ത് പരിപാടി നടത്തുകയാണ് അല്ലെങ്കിൽ അങ്ങനെ നടത്തുന്ന സമയത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് പറഞ്ഞ് എന്ത് ചെയ്യാം? ആളുകളെ ക്ഷണിക്കാം. ഇനി മക്കളെ, ഒരു നോട്ടീസ് തയ്യാറാക്കുമ്പോൾ ക്ഷണിക്കുന്ന ഭാഗം നമ്മൾ എഴുതി. ആദ്യം എന്താണ് പരിപാടി എന്ന് കൊടുത്തു, ക്ഷണിക്കുന്ന ഭാഗം കൊടുത്തു. ഇനി നിങ്ങൾ വിട്ടുപോകാത്ത ഒരു കാര്യമാണ്, വിട്ടുപോകരുത്. കാരണം ഒരു നോട്ടീസ് നിർബന്ധമായിട്ട് എന്തുണ്ടാവണം? കാര്യപരിപാടി ഉണ്ടാവണം. കാര്യപരിപാടി എന്ന് പറഞ്ഞാൽ എന്തൊക്കെ പരിപാടിയാണ് അവിടെ എന്ത് ചെയ്യുക? അവിടെ സ്റ്റേജിൽ നടക്കുന്നത്. നിങ്ങൾ ഇത് കണ്ടോ? സ്വാഗതം. ഒരു വിദ്യാർത്ഥി എന്ത് ചെയ്യുന്നു? സ്വാഗതം പറയുന്നു. അധ്യക്ഷനാണ് ആ വേദിയിലുള്ള കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത്. അടുത്തതായിട്ട് ആര് സംസാരിക്കണം? അത് വിളിക്കുന്ന ആരാ? അധ്യക്ഷനാണ്. അപ്പോ രണ്ടാമത്തെ ആൾ ആദ്യം സ്വാഗതം പറയുന്നു, അധ്യക്ഷന്റെ പേര് ചെയ്യുന്നു. അധ്യക്ഷൻ നിങ്ങൾക്ക് ആരെയും ആക്കാം. ബ്രാക്കറ്റ് എന്ത് ചെയ്യുക? അദ്ദേഹത്തിന്റെ പദവി എന്ത് ചെയ്യുക? പദവി എഴുതുക. അപ്പൊ ഹെഡ് മാസ്റ്റർ ആണ് ഹെഡ് മാസ്റ്റർ, PTA പ്രസിഡന്റ്, ക്ലാസ് ലീഡറാണ് ക്ലാസ് ലീഡർ, സ്കൂൾ ലീഡറാണ് സ്കൂൾ ലീഡർ. എന്ത് ചെയ്യണം? അതിനെ ബ്രാക്കറ്റ് കൊടുക്കുക. ഉദ്ഘാടനം നികേഷ് കുമാർ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അല്ലേ? ഒരു വേദിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട എന്താ? ഉദ്ഘാടനമാണ്. അദ്ദേഹത്തെ അതിനുവേണ്ടി ക്ഷണിക്കുന്ന ആളാണ് ആര്? അധ്യക്ഷൻ എന്ന് പറയുന്നത്. ഇനി ആശംസ ഉണ്ടെങ്കിൽ കൊടുത്താൽ മതി, ഇല്ലെങ്കിലും കുഴപ്പമില്ല. നന്ദി, നമുക്ക് എന്ത് ചെയ്യാം? ഏതെങ്കിലും ഒരു വിദ്യാർത്ഥിയുടെ പേര് എഴുതാം. ഇനി എല്ലാവരെയും എന്ത് ചെയ്യുന്നു? വീണ്ടും ക്ഷണിക്കുന്നു. ഏവർക്കും സ്വാഗതം. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു നോട്ടീസ് അവസാനിപ്പിക്കാം. ഏറ്റവും മുകളിൽ എവിടെയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്, ആരാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്, പരിപാടിയുടെ പേര്, ബാക്കി വിവരങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? ക്ഷണിച്ചുകൊണ്ടുള്ള ആ കാര്യത്തിൽ ആ കണ്ടന്റിൽ എന്ത് ചെയ്യുന്നു? എഴുതുന്നു. നിങ്ങൾ കണ്ടോ? ഒക്ടോബർ 5 ശനിയാഴ്ച രാവിലെ 10 മണി. എവിടെയാണ് പരിപാടി നടക്കുന്നത്, എന്നാണ്, സമയം എത്രയാണ്, അതൊക്കെ എന്ത് ചെയ്യുന്നു? ക്ഷണിച്ചുകൊണ്ടുള്ള കാര്യത്തിലാണ് ഉൾപ്പെടുത്തുന്നത്. എന്നിട്ടോ കാര്യപരിപാടി എഴുതുന്നു അല്ലേ? എന്നിട്ട് ഏവർക്കും സ്വാഗതം നേരുന്നു. നോട്ടീസായി. ഇനി മക്കളെ, പോസ്റ്ററും നോട്ടീസും തയ്യാറാക്കി നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഇപ്പൊ ഒരു മൊബൈൽ ഫോട്ടോഗ്രാഫിയുടെ ഒരു പ്രദർശനം സംഘടിപ്പിച്ചു. വളരെ മനോഹരമായി ആ പ്രദർശനം സംഘടിപ്പിക്കാൻ വേണ്ടി ആ ക്ലാസ്സിലെ കുട്ടികൾക്ക് സാധിച്ചു. അങ്ങനെയാണെങ്കിൽ അത് പിറ്റേ ദിവസത്തെ പത്രത്തിൽ വരൂലേ? പത്രത്തിൽ വരുവാണെങ്കിൽ ഇതേ കാര്യം നമ്മൾ എങ്ങനെയാണ് എഴുതുക? പത്രത്തിൽ എഴുതുന്ന സമയത്ത്, പത്രവാർത്ത എഴുതുന്ന സമയത്ത് നിർബന്ധമായിട്ടും അതിന് എന്തുണ്ടാവണം? ഒരു തലക്കെട്ട് ഉണ്ടാവണം. അങ്ങനെ മാഷ് കൊടുത്ത തലക്കെട്ടാണ് കൗതുകമുയർത്തി ഫോക്കസ് ചിത്ര പ്രദർശനം. അപ്പോ എന്ത് ചെയ്യുന്നു? ഒരു തലക്കെട്ട് കൊടുക്കുന്നു. തലക്കെട്ട് കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യാണ്? സ്ഥലം എഴുതുകയാണ്. സ്ഥലം കോഴിക്കോട്. സ്ഥലം എന്ത് ചെയ്തു? കോഴിക്കോട് എന്ന് പറഞ്ഞു കൊടുത്തു. AUP സ്കൂളിലെ വിദ്യാർത്ഥികൾ സംഘടിപ്പിച്ച ഫോക്കസ് 2025 എന്ന ചിത്ര ഫോട്ടോ പ്രദർശനം കൗതുകമായി. സ്കൂളിലെ കുട്ടികൾ ക്ലാസ് റൂമിന് പുറത്തേക്ക് നടത്തിയ ചെറിയ യാത്രയിൽ പകർത്തിയ ക്യാമറ ചിത്രങ്ങളും കുട്ടികൾ വരച്ച മനോഹര ചിത്രങ്ങളുമാണ് പ്രദർശനത്തിൽ പ്രധാന ആകർഷണങ്ങളായത്. പ്രശസ്ത മാധ്യമ പ്രവർത്തകൻ നികേഷ് കുമാർ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. കുട്ടികളുടെ പ്രദർശനം കൗതുകത്തിലേക്കും കൂടുതൽ അറിവിലേക്കുമാണ് നയിച്ചതെന്ന് അദ്ദേഹം സംസാരിച്ചു. അധ്യാപകരും രക്ഷിതാക്കളും മറ്റു ക്ലാസ്സുകളെ വിദ്യാർത്ഥികളും ചേർന്ന് പ്രദർശനം ആസ്വദിച്ചു. അപ്പൊ ഈ രീതിയിൽ എന്ത് ചെയ്യാം? നമുക്കൊരു പത്രവാർത്ത എന്ത് ചെയ്യാം? സെറ്റ് ചെയ്യാം. അപ്പോൾ ഒരേ ചോദ്യം വെച്ച് പോസ്റ്റർ റെഡിയാക്കുന്നു, നോട്ടീസ് റെഡിയാക്കുന്നു, പത്രവാർത്ത റെഡിയാക്കുന്നു. മക്കളെ, ഇതുപോലെ എന്ത് ചെയ്യുക? ചോദ്യങ്ങളിൽ നിന്ന് ചോദ്യങ്ങളിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് പഠിക്കുക. ഇത്തരത്തിൽ വരാൻ വേണ്ടി പോകുന്ന ക്രിസ്മസ് എക്സാമിന്റെ സിലബസ്, പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, പ്രധാനപ്പെട്ട വിവരങ്ങൾ ഒക്കെ അടങ്ങിയ ഒരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് നിങ്ങൾക്ക് ലഭിക്കും. ആ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി മക്കളെ താഴെ ലിങ്കിൽ എന്തുണ്ടാ? ലിങ്കിൽ അതിന്റെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉണ്ട്. അതെന്ത് ചെയ്യുക? അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് അതിലേക്ക് ജോയിൻ ചെയ്യുക. ക്രിസ്മസ് എക്സാം ഒരു പേടിയില്ലാത്ത ഇത്തരത്തിൽ പുതിയ തരത്തിലുള്ള ചോദ്യങ്ങളും അവയുടെ പ്രതീക്ഷിത ഉത്തരങ്ങളുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളെ സെറ്റ് ചെയ്ത് ആത്മവിശ്വാസത്തോടെ എന്ത് ചെയ്യുന്നു? നേരിടുന്നു. മക്കളെ, ഓൾ ദി ബെസ്റ്റ്.